ഹായ് ഹലോ, ഏറ്റവും എളുപ്പത്തിൽ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ? വളരെ ഈസി ആയിട്ട് അരമണിക്കൂർ മതി ഈ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ബേസ് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 2 എഗ്ഗ്, പാല് വേണം, പിന്നെ കുറച്ച് ഒറിഗാനോ. അപ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിൽ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക, പിന്നെ കുറച്ച് ഒറിഗാനോ ഇടുക, പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ സ്ലൈസ് ചെയ്ത ബ്രെഡ് നമ്മൾ പീസ് ആക്കിയിട്ട് ഈ പാലിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡും ഈ പാലിൻ്റെ മിക്സും കൂടെ നന്നായിട്ട് യോജിക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് മിക്സ് ആയി വരണം. പിന്നെ നമ്മളൊരു സവാള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോഴല്ല, ലാസ്റ്റാണ്. ഒരു പാനിൽ ചൂടാക്കിയിട്ട് ഈ ബാറ്റർ കുക്ക് ചെയ്യാൻ വെക്കണം. ഞാനിത് ആ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 3 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുക്കായി വരും. ഇടയ്ക്ക് കുക്കായോ നമ്മൾ അടിയിൽ നോക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓവനില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ അത് വേഗം ആയിക്കോളും. ആ ടൈമിന് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസും ചിക്കനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ക്യാപ്സിക്കം, ഒരു സവാള, ഒരു തക്കാളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ബ്രെഡിൻ്റെ ബേസ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താൽ മതി. ഇല്ലാത്തവർ കെച്ചപ്പും ഒറിഗാനും കൂടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ സ്പ്രെഡ് ചെയ്താലാണ് നമ്മുടെ പിസ്സയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം, സവാള, തക്കാളി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ സവാളയും തക്കാളിയും ക്യാപ്സിക്കം കൂടെ ചിക്കനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളത് അടച്ചു വെച്ചിട്ട് ഈ ചീസ് മെൽറ്റ് ആവുന്ന വെക്കണം. വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഡബിൾ ഹീറ്റിംഗ് ചെയ്യാണ് നല്ലത്. ഡബിൾ ഹീറ്റിംഗ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതായത് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചിട്ട് ചീസ് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരും. പിന്നെ ബ്രെഡ് കഴിക്കുമ്പോൾ സെയിം ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ബേസ് ബ്രെഡിൻ്റെയാണ്, ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതാ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, കംപ്ലീറ്റ്ലി പിസ്സ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.